തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. മകനെയും അച്ഛനെയും നടുറോഡിൽ തല്ലിച്ചതച്ചു. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകൻ അഭിനവിനുമാണ് മർദ്ദനമേറ്റത്. തകരപ്പറമ്പ് കുട്ടൻ എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. വലിയ ക്രൂരതയാണ് ശ്രീകണ്ഠേശ്വരത്ത് താമസിക്കുന്ന രാജേഷിനും മകൻ അഭിനവിനും നേരെ ഉണ്ടായത്. അവരുടെ അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാം. കട്ടിൽ നിന്ന് പോലും എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രയധികം ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. എന്താണ് ചേട്ടാ ഉണ്ടായത്? ഇന്നലെ ഒരു രാത്രി 8:30 മണിയോടുകൂടി മോനെ ട്യൂഷന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ അരിക്കട മുടിക്കിൻ്റെ അവിടെ 2 കാർ ബ്ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഹോണടിച്ചിട്ട് വണ്ടി ഒന്ന് മാറ്റി തരാമെന്ന് ചോദിച്ചപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഞാൻ പിന്നെ അവർ സംസാരിച്ചോണ്ട് ഞാൻ പിന്നെ ഹോണടിച്ച് എന്താടാ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയില്ലാടാന്ന് പറഞ്ഞിട്ട് വളരെ കൂടുതലായിട്ട് അടുത്ത് വന്നിട്ട് ഒറ്റ ഇടി ഇടിച്ചപ്പോൾ എനിക്ക് മനസ്സിൽ ഇടിച്ചിട്ട് അടുത്ത ഇടികളൊക്കെ കിട്ടിയതെല്ലാം ഒരു കൊലപാതകത്തിൻ്റെ രീതിയിലുള്ള ഇടിയായിരുന്നു. മൃഗീയമായി ഞാൻ സോറി എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല. ആ രീതിയിലുള്ള ആക്രമണമായിരുന്നു. മോൻ അവിടുന്ന് രക്ഷപ്പെടാനൊന്നും പറ്റിയില്ല. എന്താ സംഭവിച്ചേ? എന്നെ വേഗം അച്ഛൻ തള്ളിയിടുന്ന കണ്ടവിട്ട് ഞാൻ സഹായിക്കാൻ പോയി. വേഗം എന്നെ എടുത്ത് ഇടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും വേഗം വേറൊരുത്തനും കൂടെ വന്ന് എന്നെ തള്ളിയിട്ട് 2 പേരും കൂടെ ചേർന്ന് ഒരാൾ എൻ്റെ കൈ പിടിച്ചു വെച്ചിട്ട് മറ്റേ ആളാണെങ്കിൽ എൻ്റെ മോന്തക്കിട്ട് ചവിട്ടുമായിരുന്നു. പോലീസിന് മുന്നിൽ കൂടെയാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. അപ്പോൾ ആ പ്രതിയെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പെട്ടെന്നുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പോലീസിൽ നിന്ന് എന്താ ഇപ്പം പറഞ്ഞ? രാവിലെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. കൊച്ചിനെ അടിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അമ്മയോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. കുഞ്ഞിനെ 16 വയസ്സ് കഴിഞ്ഞ കുഞ്ഞിനെ നടുറോടിയിട്ട് ചവിട്ടി ഗുണ്ടകൾ ആക്രമിച്ചിട്ട് കേസുണ്ടോ എന്ന് ചോദിക്കുന്ന രീതി ശരിയാണോ? അനിയനൊക്കെ തലയിലേക്ക് ഇട്ട് ചവിട്ടിയേക്കണം. ആകെ 18 വയസ്സ് പോലും ആയത്തില്ല. ഒരു സ്കൂൾ കുട്ടിയാണ്. അവനെ തലയിലേക്ക് ഇട്ട് ചവിട്ടി. തലയിലേക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല. നിസ്സംഗതയാണ് എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതിലെല്ലാം അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. VS ബിജുവിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.